we are discussing processing of data, that is editing, classification, tabulation, coding, etc. So after processing, the next step is the analysis of data. നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റ പ്രോസസ്സിങ്ങിൽ നമ്മൾ പല എഡിറ്റിംഗ് അതിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റേജ് പറഞ്ഞു. പിന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, അതായത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ്, പൈക്ക് ഡയഗ്രാം ആയിക്കോട്ടെ, ബാർ ചാർട്ട് ആയിക്കോട്ടെ, ലൈൻ ചാർട്ട് ആയിക്കോട്ടെ, അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ആ മെത്തേഡുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് പറഞ്ഞു, ദാറ്റ് ഇസ് പെർസെൻറ്റേജ്, ഫ്രീക്വൻസി ടേബിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്തണം. സോ അനാലിസിസ് ഓഫ് ഡാറ്റ ഈസ് ദ മോസ്റ്റ് സ്കിൽഡ് ടാസ്ക് ഇൻ ദ റിസർച്ച് പ്രോസസ്സ്. ഏറ്റവും കൂടുതൽ സ്കില്ല് വേണ്ട ഒരു പ്രോസസ്സാണ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ടേബിളിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ എന്താണോ ക്വസ്റ്റ്യനെയറിലുള്ളത്, അല്ലെങ്കിൽ ഗ്രാഫിക്കലിലുള്ളത്, അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സല്ല. ആ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചെറിയ കാര്യമല്ല. മോസ്റ്റ് സ്കിൽഡ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ടാബുലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഗ്രാഫ് രൂപത്തിലായിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് ഒന്നോ രണ്ടോ അതിലധികമോ വാരിയബിൾസ് ഉണ്ടാകും. ഈ വാരിയബിൾസിൻ്റെ റിലേഷൻ എങ്ങനെയാണ്? ഡിപ്പെൻഡൻ്റ് ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, അല്ലെങ്കിൽ അത് എത്രത്തോളം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില മെഷർമെൻറ്റ് ടൂൾസൊക്കെ വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യണം. സോ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് സ്കിൽഡ് ടാസ്ക് ഇൻ ദ റിസർച്ച് പ്രോസസ്. It involve estimating the values of unknown parameters of the population. So population parameter എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ മെഷർമെൻറ്റ്, അതായത് പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്യൂട്ടിയിൽ എന്താണ് പാരാമീറ്റേഴ്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ സാമ്പിളിൽ വരുന്ന നമ്മളുടെ ആ ഒരു മെഷർമെൻറ്റ്സ്, സാമ്പിൾ മീൻ ആയിക്കോട്ടെ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിൻ്റെ ആവറേജ്, ഇതിനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുക. പക്ഷേ പോപ്പുലേഷൻ മെഷർമെൻറ്റ്സിന് നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയാം. സോ നമുക്ക് എന്താണ്? എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ അറിയാത്ത പാരാമീറ്റേഴ്സിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഫോർ ഡ്രോയിങ് ഇൻഫറൻസ് ആണ്. സോ നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും, പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. സോ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസിനെ നമുക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം ഫോർ ഡ്രോയിങ് ഇൻഫറൻസ്. എന്നിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫറൻസ്, അതായത് ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇത്രയാണ് അനാലിസിസിൽ വരുന്നത്. Analysis can be classified into two: descriptive analysis and inferential analysis. It is the study of distributions of variable. ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ, ആ ഒരു ഫിനോമിനൻ്റെ നേച്ചറിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ. ഇവിടെ 2-3 വാരിയബിൾസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സൈസ്, ഷേപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ നോക്കുന്നത്. എന്താണ് ആവറേജ്, ഡിസ്പേർഷൻ, സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിഗറിലാണ് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുക. സോ ആ സിംഗിൾ ഫിഗർ അല്ലെങ്കിൽ ഒരു വാരിയബിൾ വെച്ചിട്ട് നമ്മൾ പറയുന്ന അനാലിസിസിനെയാണ് നമ്മൾ യൂണി ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് വിത്ത് വൺ വാരിയബിൾ. സോ ഈ ഒരു ആവറേജ് ആയിക്കോട്ടെ, ഡിസ്പേർഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്നെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വൈഡ്നെസ് അല്ലെങ്കിൽ സ്പ്രെഡ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാലോ ഡിസ്പേർഷനൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആ ഒരു സ്പ്രെഡ്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്.
ഇനി 2 വേരിയബിൾസ് ആണെങ്കിലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ ഇല്ലയോ, എത്രത്തോളം റിലേഷൻ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഏതെങ്കിലും മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മാത്തമാറ്റിക്കൽ ടൂൾ which is used to describe the degree to which one variable is related to other variable is what? Correlation. നിങ്ങൾ കേട്ടിട്ടില്ലേ കോറിലേഷൻ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലേ കോറിലേഷൻ? വാട്ട് ഈസ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. ഒരു വാരിയബിൾ മറ്റ് വാരിയബിളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂളിനെയാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ കോറിലേഷനും റിഗ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. കോറിലേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ്. 2 വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എത്രത്തോളം റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടോ എന്ന് മാത്രമേ കോറിലേഷനിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അത് ബൈവാരിയേറ്റ് അനാലിസിസ് ആണ്. ഒന്നിനോട് അല്ലേ 2 വേരിയബിൾസ് തമ്മിലുള്ളൊരു റിലേഷനെ കാണിക്കുന്നതാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ്. ഇനി എന്താണ് റിഗ്രഷൻ അനാലിസിസ്? റിഗ്രഷൻ അല്ലെങ്കിൽ കാഷ്വൽ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ വൺ ഓർ മോർ വേരിയബിൾ എഫക്റ്റ് ചേഞ്ചസ് ഇൻ അനദർ വേരിയബിൾ. സോ ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. കോറിലേഷൻ നിന്ന് വ്യത്യസ്തമായിട്ട് റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഹൗ വൺ വേരിയബിൾ എന്നാണ് ചോദിക്കുന്നത്. ഏത് തരത്തിലുള്ള റിലേഷനാണ്, അല്ലെങ്കിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്താണ്. നമുക്കൊരു അൺനോൺ വേരിയബിളിൽ നിന്നും ഒരു നോൺ വേരിയബിളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു അൺനോൺ വേരിയബിൾസിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റിഗ്രഷൻ അനാലിസിസ്. ദെൻ അതിൽ തന്നെ വരുന്നതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. യൂണിഡയമെൻഷണൽ അനാലിസിസ് പറഞ്ഞു, ബൈവാരിയേറ്റ് അനാലിസിസ് പറഞ്ഞു. അതിൽ നമ്മൾ 2 എണ്ണം പഠിച്ചു, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ദെൻ തേർഡ് വൺ ആണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. മൾട്ടിവാരിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പേര് തന്നെ ഉണ്ട്. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 2 വേരിയബിൾസാണ്. മൾട്ടിവാരിയേറ്റ് എന്തായിരിക്കും? 2 or more വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുന്നതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. So it is a statistical method which simultaneously analyze more than 2 variables on a sample of observation. മൾട്ടിവാരിയേറ്റ് അനാലിസിസിൽ വരുന്നതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്താണെന്ന് അറിയാം. സോ 2 or more വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിഗ്രഷൻ അനാലിസിസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയാം. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രെഡിക്റ്റ് ചെയ്യാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. ദെൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്. മെഷർ ചെയ്യാൻ പറ്റാത്ത ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിലാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. മെഷർ ചെയ്യാൻ, അതായത് റിസർച്ച് ഹാസ് 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് കനോട്ട് ബി മെഷേർഡ് ബട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 or more ഗ്രൂപ്പ്സ് ഓൺ ദി ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഫീച്ചറാണ്. എന്തെങ്കിലും ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് അതിനെ ഗ്രൂപ്പാക്കി തിരിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വേരിയബിൾസ് വരുന്ന സമയത്താണ് നമ്മൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ദെൻ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ വാരിയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും QT-യിൽ. 1 വേ അനാലിസിസ്, 2 വേ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാരിയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വാരിയൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസാണ് അല്ലേ, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഹൈപ്പോത്തസിസിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാരിയൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നൾ ഹൈപ്പോത്തസിസിന് എന്തെങ്കിലും വാരിയൻസ് ഉണ്ടോ നമ്മളുടെ സ്റ്റഡിയിലേക്ക് എന്ന് നോക്കുന്നതിനെയാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മൾട്ടിവാരിയേറ്റ് അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ മൾട്ടിവാരിയേറ്റ് റിഗ്രഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ്. ദെൻ എന്താണ് ഫാക്ടർ അനാലിസിസ്? ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റേൻ്റെ അനാലിറ്റിക്കൽ മെത്തേഡാണ്, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ കനോണിക്കൽ അനാലിസിസ്. കനോണിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബോത്ത് മെഷറബിൾ ആൻഡ് നോൺ മെഷറബിൾ വേരിയബിൾസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ്. സോ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്.
ജോയിൻ കോവാരിയൻസ് വിത്ത് ദ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിന് വെച്ചിട്ട് ഒരു ഡിപെൻഡൻറ്റ് വാരിയബിൾസിന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്ത് ഉപയോഗിക്കാം? മെഷറബിൾ ആൻഡ് നോൺ മെഷറബിൾ വാരിയബിൾസിന് ഒരുമിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ദെൻ അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് റേഷ്യോസ് വരുന്നുണ്ട്, പ്രൊപ്പോർഷൻ വരുന്നുണ്ട്, പെർസെൻറ്റേജ് വരുന്നുണ്ട്. അങ്ങനെ അതർ മെത്തേഡ്സും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് വരുന്നത്. ദെൻ വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? നമ്മളുടെ അനാലിസിസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നും ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്നും. സോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ പഠിച്ചതാണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ്, ബൈവാരിയേറ്റ് അനാലിസിസ്, മൾട്ടി വാരിയേറ്റ് അനാലിസിസ്, ഫാക്ടർ അനാലിസിസ്, കനോണിക്കൽ അനാലിസിസ് ആൻഡ് അതർ മെഷേഴ്സ്. ദെൻ വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻഫറൻസിന് വേണ്ടി നടത്തുന്ന അനാലിസിസ് ആണ്. ഇൻഫറൻസ് എന്താ? ശരിക്കും ഒരു കൺക്ലൂഷൻ, നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം. നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡീൻ്റെ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനാണ് നമ്മൾ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതായത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ടാണല്ലോ, അതിൻ്റെ ബേസിലാണല്ലോ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദ എസ്റ്റിമേഷൻ ഓഫ് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന്. ആ ഒരു എസ്റ്റിമേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനാലിസിസ് ആണ്. ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്തിയിട്ടില്ല. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതിൽ അനാലിസിസ് എന്നുമുള്ള ഭാഗത്തിലാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കും. കൂടുതലായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ച് ഡാറ്റേനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, വലിയ ഹോൾ ഡാറ്റേന് ഒരു സിംഗിൾ ഫിഗർ കൊണ്ട് നമ്മൾ കാണിക്കുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ന്യൂമറിക്കൽ സ്കില്ലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയൊരു ഹോൾ ഫിഗേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാവുന്ന സമയത്ത് ക്ലാസ്സിനെ റെപ്പ് ചെയ്തുകൊണ്ട് ഒരു റെപ്പ് ഉണ്ടാവും, ക്ലാസ് റെപ്പ് ഉണ്ടാവും റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹോൾ ഫിഗേഴ്സിനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് കാണിക്കുകയാണ്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഏതൊക്കെയാണ് ടൂൾസ് ഫോർ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ അനാലിസിസ്? അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് അതർ മെഷേഴ്സ്. ഇത് കൂടുതലായിട്ടും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. പക്ഷേ നമുക്കിത് പ്രോബ്ലം ആയിട്ട് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ദെൻ വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവാം സെൻട്രൽ ടെൻഡൻസിയാണ്. സെൻട്രലി പൊസിഷൻ കീപ്പ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഡാറ്റേന് ഒരു സെൻട്രൽ വാല്യൂ കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. So it describes the characteristics of entire mass of data. അല്ലേ, ഒരു സിംഗിൾ ഫിഗർ കൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാളെ കൊണ്ട് നിങ്ങളുടെ ആ ക്ലാസ് മൊത്തം എങ്ങനെയാണ് എന്നുള്ളത്, ഗുഡാണോ ആവറേജ് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ഏകദേശം ഒരു ആവറേജാണ് ശരിക്കും ഇതിൻ്റെ ഒരു സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് പഠിക്കാനുള്ളത് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ദെൻ വാട്ട് ഇസ് മീൻ? മീൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സിംപ്ലി ആവറേജ് ആണ്. സോ അരിത്തമെറ്റിക് മീനും ഉണ്ട്, ജോമെട്രിക് മീനുണ്ട്, ഹാർമോണിക് മീനുണ്ട്. ഇനി കോമൺ ആയിട്ട് മെഷർമെൻറ്റ് വരുന്നതാണ് മീൻ എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, നമ്മളുടെ സാധാരണ ആവറേജ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എക്സ് ബാർ ഈക്വൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ടാവും. ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടാവും, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡിലൂടെ നമ്മളത് പഠിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നിങ്ങൾ അറേഞ്ച് ചെയ്യാം.
മറ്റേ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഷഫിൾ ചെയ്ത് കിടക്കുന്ന ഒരു ഡാറ്റയെ നിങ്ങൾ ആഡ് ചെയ്യുന്നു. സോ എത്ര നമ്പർ ഉണ്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ മീഡിയൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എത്രാമത്തെ പൊസിഷൻ, അതായത് പൊസിഷണൽ ആവറേജ് ആണ് മീഡിയൻ. എന്നിട്ട് നമ്മൾ ആ പൊസിഷനിൽ വരുന്ന ആ ഒരു nth ഐറ്റംസ് അല്ലെങ്കിൽ സൈസ് ഓഫ് n+1/2 ഐറ്റം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീഡിയൻ ആയിട്ട്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ നമ്മൾ അവിടെ നിന്ന് എണ്ണുന്നത്, കൗണ്ട് ചെയ്യുന്നത്. സോ ഇതാണ് മീഡിയൻ. ദെൻ വാട്ട് ഈസ് മോഡ്? മോഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്യുർ ചെയ്യുന്ന ഐറ്റം, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മോഡിനെയും നമ്മൾ പൊസിഷണൽ ആവറേജ് എന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റം. രണ്ട് അറ്റത്ത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് അറ്റത്തുള്ള ഐറ്റംസും തമ്മിൽ അതിനെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മോസ്റ്റ് ഒക്യുർ ആയിട്ടുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ജോമെട്രിക് മീൻ? ജോമെട്രിക് വാല്യൂവിനെ നമ്മൾ പറയുന്നത് മീൻ ഓഫ് n പോസിറ്റീവ് ഈസ് ദ nth റൂട്ട് ഓഫ് ദെയർ പ്രോഡക്റ്റ് എന്നാണ്. ദസ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് ടുഗദർ ഓൾ ദ വാല്യൂസ് ഓഫ് ദ സീരീസ് ആൻഡ് ദെൻ കാൽക്കുലേറ്റ് ദ റൂട്ട് ഓഫ് ദെയർ പ്രോഡക്റ്റ്. അതിൻ്റെ റൂട്ട് കാണുക, അതിനാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ദെൻ ഹാർമോണിക് മീൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വാല്യൂസ് ഓഫ് വാരിയറ്റ് ഐറ്റംസ് ഇൻ ദ വാരിയബിൾ. അതായത് റെസിപ്രോക്കലാണ്. സാധാരണ മീൻ കാണുന്നതിൻ്റെ നേരെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഹാർമോണിക് മീൻ. ഈക്വൽ എല്ലാ നമ്പേഴ്സിനും അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ ഈച്ച് ഐറ്റത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അൺഈക്വൽ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് കൊടുക്കുന്നത്? ഓരോന്നിനും നമ്മൾ വെയിറ്റ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അൺഈക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ആക്കി മാറ്റാൻ. സോ ഇറ്റ് ഈസ് കോൾഡ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഇത്രയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജസ്റ്റ് 1-2 പ്രോബ്ലംസ്, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഡിസ്പേർഷൻ മീൻസ് സ്കാറ്റർനെസ് ആണ് അല്ലെങ്കിൽ സ്പ്രെഡ്നെസ്. ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് മറ്റുള്ള വാല്യൂസിലേക്ക് ഉള്ള ആ ഒരു അകലത്തിനെ അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്കാറ്റർനെസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ അറേഞ്ച് ചെയ്തു, 1 2 3 4 5 അങ്ങനെ 100 വരെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആവറേജ് വാല്യൂ ഏകദേശം ഒരു 50 ആയിരിക്കും കിട്ടുക. സോ ഈ 50-ൽ നിന്ന് മറ്റുള്ള വാല്യൂസിലേക്കുള്ള അകലം ഒരുപോലെയാണോ? 50-ൽ നിന്ന് 49-ലേക്കും 51-ലേക്കുമുള്ള അകലം പോലെയല്ല. 50-ൽ നിന്ന് ഒരു 75-ലേക്കും അല്ലെങ്കിൽ ഒരു 1-ലേക്കോ 2-ലേക്കോ ഉള്ള അകലം. ആ ഒരു സ്കാറ്റർനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പേർഷൻ. എത്രത്തോളം ആവറേജ് വാല്യൂവിൽ നിന്ന് മറ്റുള്ള വാല്യൂസിലേക്ക് ഉള്ള ആ ഒരു അകലത്തിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് വേരിയേഷൻ. സോ ഈ ഒരു ഡിസ്പേർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് എന്താണെന്ന് നോക്കാം. എന്താ റേഞ്ച് എന്ന് പറയുന്നത്? ഏറ്റവും വലിയൊരു ഐറ്റവും അതായത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ളൊരു ഡിഫറൻസ്, അത്രയേ ഉള്ളൂ റേഞ്ച്. ദെൻ വാട്ട് ഇസ് മീൻ ഡീവിയേഷൻ? മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കുറച്ചും കൂടി ഏറ്റവും ബാക്കിയുള്ള ഡീവിയേഷൻസിനേക്കാൾ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഡീവിയേഷൻ മെഷർ. ആ ഒരു ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. കാൾ പിയേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സിഗ്മ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം. അതിനെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ആസ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് എ ഗിവൺ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു സിമ്പിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡെക്സ് നമ്പേഴ്സ് എവിടെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്?
നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ആ ഒരു മെഷർമെൻറ്റ് വരുന്നതിനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇറ്റ് ഈസ് ദ ബാരോമീറ്റേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിയിൽ നമ്മളുടെ ഈ ചുറ്റുപാട് എക്കണോമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, പ്രൈസ് ലെവൽ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ആ ഒരു പ്രൈസ് ലെവൽ ചേഞ്ചസ് നോക്കാനും പ്രൈസ് മൂവ്മെൻറ്റ്സിനെ സ്റ്റഡി ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു റിസർച്ച് ഡാറ്റയെ സമ്മറൈസ്ഡ് ഫോമിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തസിസുമായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു അനാലിസിസിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്, അല്ലെങ്കിൽ ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അണ്ടറിൽ വരുന്നതാണ്. ഇനി വരുന്നത് ഇൻഫറൻഷ്യൽ അനാലിസിസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.